അങ്ങനെ ഇടുക്കി ചെന്നപ്പോഴത്തേനും ഞങ്ങളിതാണ്ട് ഇടുക്കി ഡാം കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേനാണ് ഏകദേശം ഞങ്ങൾ ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, ജാനിയും വാവയും കാശിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം റെഡിയാക്കി ഇറക്കി വന്നപ്പോഴത്തേന് കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഇടുക്കിക്ക് പോകുന്ന നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകാൻ എളുപ്പം. നമുക്ക് ശാന്തിഗ്രാമിൽ നിന്ന് തങ്കമണി കൂടി പാണ്ടിപ്പാറ മരിയാപുരം കയറി നമ്മൾ ഇടുക്കി ചെന്നിറങ്ങുവാണെങ്കിൽ നമുക്കതാണ് എളുപ്പം. കട്ടപ്പന വരെ പോകണ്ട. കട്ടപ്പന റൂട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് കട്ടപ്പനയിൽ നിന്ന് കാൽവരി മൗണ്ട് അങ്ങനെ ഇടുക്കി ചെന്ന് ഇറങ്ങാം. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇടുക്കിയുടെ ആർച്ച് ഡാം കാണാം. അപ്പം ഒത്തിരി പേർക്കൊരു ഡൗട്ടാണ് ഈ ഇടുക്കി ഡാമിന് 2 ഷട്ടറുകൾ അങ്ങനെ കുറേ പേര് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ട് വശമാണ്. ഒരു ബാക്ക് വശത്തൂടെയാണ് നമ്മൾ വെള്ളം തുറന്നു വിടുന്നത്. നമ്മൾ സാധാരണ ഈ TV-യിലൊക്കെ കാണാറുള്ള ആ വെള്ളം തുറന്നു വിടുന്ന സ്ഥലമാണുള്ളത്. അപ്പം ഇത് ഇടുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കുറേ പേര് പറയുന്നുണ്ട് ഇടുക്കി എന്ന് പറയുന്നൊരു സ്ഥലമില്ലെന്ന്. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇടുക്കിയിൽ. ഇതാണ് ഇടുക്കി എന്ന് പറയുന്നൊരു സ്ഥലം. അങ്ങനെ നമ്മളിതാണ്ട് ഇത് നമുക്കറിയാമായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ എടുത്തേക്കുന്ന സ്പോട്ടാണിത്. ഇവിടെയാണ് ലാസ്റ്റ് അവർ തമ്മിലുള്ള ആ ഒരു അടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആർച്ച് ഡാം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. രാത്രി വന്നാൽ ഭയങ്കര സൂപ്പറാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, വെയിലായിരുന്നുകൊണ്ട് നമുക്കങ്ങ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഡാമിൻ്റെ അങ്ങോട്ട് പോവാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വലിയ പ്രളയം സമയത്ത് ഈ വഴിയാണ് നമ്മൾ വെള്ളം തുറന്നിട്ടിരുന്നത്. അങ്ങനെ അവിടുത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ താഴ്വശത്താണ് പാലം. ആ പാലം എല്ലാം ബ്രിട്ടീഷുകാർ പണിതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ആ പാലം തന്നെയുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ പണിത പുതിയ പാലമാണിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതോണിയാണ്. എല്ലാം ഒത്തിരി അങ്ങ് മാറിപ്പോയി ചെറുതോണിയൊക്കെ. ഇനി നമ്മൾ കയറുന്നതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയ പൈനാവ്, ഇടുക്കിയുടെ തലസ്ഥാനം എന്നൊക്കെ പറയുന്നതാണ് പൈനാവ്. ഇത് നമ്മുടെ പൈനാവ് മെഡിക്കൽ കോളേജാണ്. ജസ്റ്റ് ഞങ്ങൾക്ക് അവിടെ ചേട്ടായിയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഞങ്ങൾ അവിടെ വരെ ഒന്ന് കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വാവ എന്നോട് ഞങ്ങളോട് പറഞ്ഞത് മേലത്തെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നതാണ് കാണാൻ. അപ്പോൾ ഞങ്ങളോർത്ത് എന്നാൽ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് കുറച്ച് കാണാമായിരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തുറന്ന് വിടുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, കുറച്ച് ഭാഗമൊക്കെ കാണാമായിരുന്നു. എന്താണേലും ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് നേരെ ഇടുക്കി ഡാമിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും അത്ര വലിയ കാടൊന്നുമില്ല. കുറച്ച് വീടുകളും പിന്നെ കുറേ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നിറച്ചും കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറുന്ന ഒരു പ്രത്യേകത വോയിസും സൗണ്ടും ചീവീടിൻ്റെയും ഒക്കെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇത് നേരെ നമ്മൾ ഈ റൂട്ട് നേരെ ചെന്ന് നമ്മൾ ഇറങ്ങുന്നത് തൊടുപുഴയിലോട്ടാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊലുമ്പൻ എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന് ആ സ്ഥാനം കണ്ടുപിടിച്ച് കൊടുത്ത ആളാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഇതായിട്ട് അവിടെ കൊലുമ്പൻ സമാധി അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നെന്തോ പാസ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പാസ് എന്താ ഇല്ലാത്തത് ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോടത്ത് ഇനി നമ്മൾ കുറേ നാളായല്ലോ വന്നിട്ട്, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിനി പാസ്സൊക്കെ ഉള്ളിലോട്ടാക്കി കാണുമായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. സാധാരണ പോകുമ്പോൾ ഒക്കെ നിറച്ച് ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ ചെന്നപ്പോഴാണ് നമുക്ക് പണി കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ചെന്നത് ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇടുക്കി ഡാം ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആക്കാറില്ല. അപ്പം ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ബുധനാഴ്ച വരാതിരിക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബുധനാഴ്ച വന്നിട്ട് നമുക്ക് യാതൊരുവിധ കാര്യമില്ല. ഡാമിൽ കയറാനോ ആ ഭാഗത്തോട്ട് പോകാൻ പോലും പറ്റത്തില്ല, ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ ഹിൽവി പാർക്കുണ്ട്. അപ്പം ഞങ്ങൾ ഹിൽവി പാർക്കിൽ അവിടെയൊക്കെ കയറി പിള്ളേരെയൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുകൾ ഇങ്ങനെ ബുധനാഴ്ച ഡാം ക്ലോസ്ഡ് ആണെന്ന് അറിയത്തില്ലാതെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇടുക്കി ഡാം കാണാൻ പോവാണ്, തീർച്ചയായിട്ടും ഏതൊക്കെ ദിവസമാണ് ഓപ്പൺ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ദിവസമാണ് ക്ലോസ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം വരികയെന്നാണ്. പിന്നെ ഞങ്ങൾ ഹിൽ വ്യൂ പാർക്ക് അവിടെ മേലെ കയറിയപ്പോൾ കാശിയും ജാനിയും അത്യാവശ്യം മടുത്തിട്ടുണ്ടായിരുന്നു. എന്താണേലും മേലെ എത്തിയപ്പോൾ നമുക്ക് ആ ഡാം കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഒന്നുമില്ലായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം എല്ലാം കാണാമായിരുന്നു, വെള്ളവും കാര്യങ്ങളും എല്ലാം കാണാമായിരുന്നു. നല്ലൊരു കാറ്റും തണുപ്പും എല്ലാം കൊണ്ടും ഒരു സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. എന്താണേലും ഈ വീഡിയോ എടുത്ത സമയത്തൊന്നും എനിക്ക് സൗണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്താണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് നല്ല പനിയൊക്കെ പിടിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഒരു ശബ്ദമൊന്നും ഇല്ലാത്തത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു, കുറേ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേരെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പനിയായിരുന്നുകൊണ്ട് ഞാൻ ഐസ്ക്രീമൊന്നും കഴിച്ചില്ല. പിന്നെ അവർക്ക് ഐസ്ക്രീം എല്ലാം മേടിച്ചു കൊടുത്തു. ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ കാശിനെ താട്ടിറക്കിയിടാൻ പറ്റുന്ന നല്ല ഇറക്കമായിരുന്നുകൊണ്ട് ഞാൻ കാശിനെ കൈ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണേലും ഡാം കാണാൻ പറ്റാത്തതിൽ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ആ ഹിൽ വ്യൂ പാർക്കിൻ്റെ മേലെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമാകും. നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ കാണാനായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഇനി ഇടുക്കി ഡാം കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ദിവസം ഏതാണെന്നും ക്ലോസ് ആയിട്ടിരിക്കുന്ന ദിവസം ഏതാണെന്നും അറിഞ്ഞതിന് ശേഷം മാത്രം വരിക. അല്ലെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളെപ്പോലെ തന്നെ പണി കിട്ടും, ഒരു ചാൻസ് ആയിരിക്കും മിസ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.